കരൺ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടയ്ക്കാത്തോട് ശാന്തിഗിരി പാലുകാച്ചി വനമേഖലയിൽ ഉരുൾപൊട്ടൽ, 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അടയ്ക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ രൂപപ്പെട്ട വിള്ളലിന് വ്യാപ്തി വർദ്ധിക്കുന്നു. ആശങ്കയോടെ പ്രദേശവാസികൾ. അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു. ഇരിട്ടി കൂട്ടുപുഴ റൂട്ടിൽ അപകട ഭീഷണിയെ തുടർന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി. അടയ്ക്കാത്തോട് ശാന്തിഗിരി പാലുകാച്ചി വനമേഖലയിൽ ഉരുൾപൊട്ടൽ, അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കേളകം ഗ്രാമപഞ്ചായത്തിലെ അടക്കാത്തോട് ശാന്തിഗിരി പാലുകാച്ചി വനമേഖലയിൽ ഉരുൾപൊട്ടൽ, അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അടക്കാത്തോട് ചാപ്പത്തോട്ടിൽ ഉൾപ്പെടെ വെള്ളപ്പൊക്കമുണ്ടായി. താഴ്ഭാഗത്തെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി മേഖലയിൽ ഏകദേശം 11 മണിക്ക് ശേഷം 2 മണിക്കൂർ തുടർച്ചയായിട്ട് പെയ്ത മഴയിൽ, കനത്ത മഴയിൽ ഈ മേഖലയിൽ നിരവധി വീടുകൾക്കടക്കം കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പ്രദേശത്തുള്ള ചെറിയ തോടുകളിലടക്കം വളരെ കൂടുതലായിട്ട് വെള്ളം വരികയും ഉരുൾപൊട്ടലാണെന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും പതിവിൽ കൂടുതൽ വെള്ളം തോടുകളിൽ കൂടെ വന്ന് മണ്ണിടിഞ്ഞതിൻ്റെ ഫലമായിട്ട് പറമ്പുകളിലടക്കം കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 7ഓളം വീടുകളുടെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തൊട്ടടുത്ത വീടുകളിലായിട്ടും ബന്ധു വീടുകളിലായിട്ടും മാറ്റി താമസിപ്പിച്ചിട്ടാണുള്ളത്. മഴ ഈ ഒരു സ്ഥിതിയിലേക്ക് തുടരുവാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പടക്കം തുടങ്ങാനുള്ള നിലയിലേക്ക് ആലോചന നടക്കുന്നുണ്ട്. ഇപ്പോൾ വനത്തിലാണോ പൊട്ടിയെന്ന് സംശയിക്കുന്നത്? വനത്തിലാവാൻ സാധ്യത കുറവാണ്. പക്ഷേ എങ്കിലും ഇത് പോയി നോക്കിയിട്ടില്ല. പക്ഷേ പോയി നോക്കാൻ വളരെ ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. പോയി നോക്കാതെ ഞങ്ങൾ കുറേയിടെ പ്രസിഡന്റ് ഞാനടക്കം പോയിരുന്നു. പക്ഷേ ആ ഭാഗത്തൊന്നും പൊട്ടിയതായിട്ട് കണ്ടിട്ടില്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അടക്കാത്തോട് ശാന്തിഗിരിയിലെ സുരേഷ് ഇരുമ്പുകുഴി, അമ്മിണി പാപ്പനാൽ, ചാക്കോ മംഗലത്ത്, ഷാജി മരോട്ടിത്തടത്തിൽ, ഏലിക്കുട്ടി മണവാളത്ത്, പൊന്നമ്മ തടത്തിൽ, ജോസ് പടിയക്കണ്ടത്തിൽ എന്നിവരെയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റിയത്. തോമസ് മുഞ്ഞനാട്ട്, ലിജോ മുതലപ്ര, ചാക്കോ ചേറ്റുകുഴി, ബെന്നി വലിയ വീട്ടിൽ, ഷൈനി തയ്യിൽ, ജസ്റ്റിൻ കഴിയംപ്ലാക്കൽ, ഏലി വലിയ വീട്ടിൽ, അനൂപ് പാപ്പനാൽ തുടങ്ങിയവരും അപകട ഭീഷണിയിലാണ്. ഈ വീഡിയോ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പ്രത്യേകം പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരെല്ലാം രംഗത്തെത്തിയായിരുന്നു. ആദ്യം അറിഞ്ഞത് ഇവിടെ പടിയക്കണ്ടം ജോസഫ് ബേബി എന്നും പറയുന്ന ആളുടെ വീടിൻ്റെ പുറത്തേക്ക് ഭീമമായ മണ്ണ് വന്ന് വീണിട്ടുണ്ട്. അവിടെ പ്രായമായ ഒരു അമ്മച്ചി തൂവില്ലാതെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവരടക്കം മഞ്ഞളാപ്പുറത്തേക്ക് താമസം തന്നെ മാറിക്കഴിഞ്ഞു. ഈ വിഷയം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 10-12 വീടുകൾ ഈ മലയോര ഭാഗത്ത് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഉരുൾ പൊട്ടുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇന്ന് ഒരു 1.5 മണിക്കൂർ നേരം 2 മണിക്കൂർ നേരമെങ്കിലും നിന്ന് പെയ്തു. ഇനി ഇതേപോലെ തുടർന്നാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ എല്ലാം മാറ്റി പാർപ്പിക്കും. കാരണം ആ മലയാണ്, വനത്തിൽ നിന്നാണ് ഈ വെള്ളമെല്ലാം വരുന്നത്. കാരണം നമ്മൾ നാട്ടിൻപുറത്തു നിന്നല്ല വരുന്നത്, വനത്തിൽ നിന്നാണ്. വനത്തിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ടോ? ഇത് ഉരുൾ പൊട്ടിയതാണ്, മണ്ണിടിഞ്ഞതാണ്. വനത്തിൽ മണ്ണിടിഞ്ഞാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും രംഗത്തുണ്ട്. വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇവിടുന്ന് 3 വീട്ടുകാരെ ഇവിടെ ഒരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇവിടെ വികലാംഗനായ ഒരു മംഗലത്ത് ചാക്കോ അടക്കം ഒരു മേരി ചേച്ചി അടക്കം മകൻ്റെ മരുമാൻ്റെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇപ്പം നമ്മുടെ കൈലാസംപടിയിൽ ഭീമമായ ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. റോഡ് ഇരുന്നു, അവിടെ 20 മീറ്റർ നീളത്തിൽ വിള്ളയിരുന്നു. അവരുടെ ആ 2 വീട്ടുകാരെ അടുത്ത് അപ്പുറത്തേക്ക് മാറ്റി പാർപ്പിച്ചു. താഴെ അവിടെ വലിയ വീട്ടിൽ ബെന്നി, ചേച്ചൂരി ജോയി അവരെല്ലാം വാടകയ്ക്ക് മാറി താമസിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു 10-12 വീടുകൾ ഇപ്പം തന്നെ ഈ വർഷത്തെ ഈ കാലവർഷക്കെടുതിൽ തന്നെ അപകടകരമായ രീതിയിലാണ് നിൽക്കുന്നത്. സർക്കാരിൻ്റെ ശ്രദ്ധയും വളരെ അടിയന്തരമായിട്ട് ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. കനത്ത മഴയിൽ ചെട്ടിയാമ്പറമ്പ് സ്കൂളിൽ ഉൾപ്പെടെ വെള്ളം കയറി. അടക്കാത്തോട് കരിയങ്കാപ്പിൽ വീടിനോട് ചേർന്ന് വലിയ ഗർത്തവും രൂപപ്പെട്ടു. കരിയങ്കാപ്പിലെ പൊനോൻ ബാലൻ്റെ വീടിന് സമീപത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശാന്തിഗിരി മേഖല ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. അടയ്ക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമി രൂപപ്പെട്ട വിള്ളലിന് വ്യാപ്തി വർദ്ധിക്കുന്നു. ഇതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. അടക്കാത്തോട് ശാന്തിഗിരി കൈലാസംപടി മേഖലയിൽ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം, ഭൂമിയിൽ രൂപപ്പെട്ട വിള്ളൽ വ്യാപിക്കുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു. ഇതുമൂലം 35ഓളം കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടി വരിക. ഇതിൽ 10 കുടുംബങ്ങൾ
ഏറ്റവും അപകടാവസ്ഥയിലാണുള്ളത്. കേളകം ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗിരി കൈലാസംപടിയിലെ റോഡുകളിലും കൃഷിയിടങ്ങളിലുമാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുകയാണ്. ഭൂമിക്കടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് എന്നാണ് പറയുന്നത്. മണ്ണിനടിയിലെ അർബുദം എന്നും ഈ പ്രതിഭാസത്തെ വിളിക്കാറുണ്ട്. ഇതുണ്ടാകുന്ന സ്ഥലം കൃഷിക്കോ മനുഷ്യവാസത്തിനോ പറ്റാത്ത തരത്തിലായിരിക്കും. വീടുകൾക്കും റോഡുകൾക്കും അടിയിലാണ് ഈ പ്രതിഭാസം നടക്കുമെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കും ദുരന്തമെത്തുക. ഇതുമൂലം കൈലാസംപടിയിൽ 2023 മുതൽ വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. വീടുകളുടെ തറയിലും ഭിത്തിയിലും കൃഷിയിടങ്ങളിലും വിള്ളൽ വീണു. നിരവധി വീടുകൾ താമസയോഗ്യമല്ലാതായിട്ടുണ്ട്. 10 കുടുംബങ്ങൾക്കാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതുവരെ തുക ലഭിച്ചത്. 2019 3 കുടുംബങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ വീതം അനുവദിച്ചു. 2022 7 കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി. കഴിഞ്ഞ ദിവസങ്ങളായാണ് കൈലാസംപടിയിൽ വീണ്ടും വിള്ളൽ രൂപപ്പെട്ടത്. 2 മീറ്ററിലേറെ നീളത്തിലായിരുന്നു അന്ന് വിള്ളൽ രൂപപ്പെട്ടതെങ്കിൽ ഇപ്പോഴതിന് വ്യാപ്തി വർദ്ധിക്കുകയാണ്. വീണ്ടും വിള്ളൽ രൂപപ്പെട്ടതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അപകട സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ 2 കുടുംബങ്ങളെ കൂടി ബന്ധുവീടുകളിലേക്ക് മാറ്റിയിരുന്നു. ഇത് മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ഇരട്ടി കൂട്ടുപുഴ റോഡിൽ വളവുപാറയിലാണ് വലിയ കുന്ന് ഇടിഞ്ഞത്. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ ഇരട്ടി കൂട്ടുപുഴ റൂട്ടിൽ വളവുപാറയിലാണ് വലിയ കുന്നിടിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു ആദ്യം ചെറിയ തോതിൽ കുന്നിന്റെ മുകൾ ഭാഗം ഇടിഞ്ഞു തുടങ്ങിയത്. പിന്നീട് ഇവിടെ നിന്നും മണ്ണ് റോഡിലേക്ക് വീണു. ഇതോടെ ഇരിട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി. ഇതുവഴിയുള്ള യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. വീരാജപേട്ട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കച്ചേരിക്കടവ് പാലം വഴി ചരൽ റൂട്ടിലൂടെ വള്ളിത്തോട് എത്തുന്ന രീതിയിലാണ് ഗതാഗതം ക്രമീകരിച്ചത്. പേരട്ട ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വള്ളിത്തോട് മട്ടിണി വഴിയും തിരിച്ചുവിട്ടു. KSTP റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മണ്ണ് ചെത്തിയെടുത്ത ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള മണ്ണുകൂടി ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പാലപ്പുഴ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുക്കി ഇതുവഴിയുള്ള ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബാബലിപ്പുഴയിൽ ജലവിധാനം ഉയർന്നത്. ഇതോടെ കാക്കിങ്ങാടിനെയും കീഴ്പള്ളിയെയും ബന്ധിപ്പിക്കുന്ന പാലപ്പുഴ പാലത്തിന്റെ മുകളിലൂടെ വെള്ളമൊഴുകി 2 മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. 1 മാസം മുൻപും പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അയ്യംകുന്നിൽ വീടിന് ഭീഷണിയായി വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പാലത്തും കടവിലെ ചെന്നപ്പള്ളി തങ്കച്ചന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവ് പള്ളിക്ക് സമീപമുള്ള ചേന്നപ്പള്ളി തങ്കച്ചന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. ഇതോടെ വീട് തന്നെ അപകടാവസ്ഥയിലാണ്. കോടികൾ മുടക്കി നവീകരിച്ച റീബിൽഡ് കേരള KSTP റോഡിനോട് ചേർന്നുള്ള വീടാണ് ഇത്. ഇനിയും ശക്തമായ മഴ തുടരുകയാണെങ്കിൽ വീടിന്റെ തന്നെ നിലനിൽപ്പ് ഭീഷണിയാണ്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ വലിയ സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടുടമ ബന്ധപ്പെട്ടവർക്കുൾപ്പെടെ നിവേദനങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ വീടിന്റെ മുറ്റത്തിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു താഴ്ന്നു. വീടിന്റെ തറക്കുൾപ്പെടെ തകരാറും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഭിത്തി ഇടിഞ്ഞു പോയത്. KSTPന്റെ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സൈഡിലത്തെ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം മുതൽ ചെറുതായിട്ട് വീണ്ടും മണ്ണിടിയാൻ തുടങ്ങിയാണ്. ഈ അവരോട് സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട് അവർ ഇതിനായിട്ട് കെട്ടി തന്നിട്ടില്ലായിരുന്നു. ഈ മെയ് മാസത്തിൽ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ വന്ന് സ്ഥലം സന്ദർശിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഇപ്പം ഇന്ന് രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഇടിഞ്ഞു വീഴുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മണ്ണിടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ. അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ പടിയക്കണ്ടത്തിൽ ബേബിയുടെ വീടിന്റെ പുറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞതാണ് വീടിന് ഭീഷണി തീർക്കുന്നത്. കനത്ത മഴയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു കേളകം ഗ്രാമപഞ്ചായത്തിലെ അടക്കാത്തോട് ശാന്തിഗിരിയിലെ പടിയക്കണ്ടത്തിൽ ബേബിയുടെ വീടിന് പിന്നിലെ കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണത്. മൺതിട്ട ഇടിഞ്ഞ് വീടിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർന്നു. വീടുൾപ്പെടെ അപകട ഭീഷണിയിലാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഏകദേശം എത്ര സമയത്താണ്?
വെള്ളം കൊടുക്കാൻ സമയം അടുക്കള ഭാഗം തകർന്നിട്ടുണ്ടോ? അടുക്കള ഭാഗം തകർന്നിട്ടുണ്ടോ? ചിമ്മിനിയുടെ ഭാഗത്ത് കാണാൻ കഴിയില്ല. അങ്ങോട്ട് കയറിയിട്ട് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പെല്ലാം പൊട്ടിക്കും. മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായ വീട് കേളകം ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട ടോറസിൽ നിന്ന് ബാറ്ററി മോഷണം പോയി. ജബ്ബാർ കടവിലെ ഗാർഗി ഓട്ടോ വർക്ക്ഷോപ്പിൽ നിന്നാണ് ബാറ്ററികൾ മോഷണം പോയത്. ശനിയാഴ്ച അറ്റകുറ്റപ്രവൃത്തികൾക്കായി ഭാരത് ബെൻസിന്റെ 2 ടോറസ് ലോറികൾ ജബ്ബാർ കടവിലുള്ള ഗാർഗി ഓട്ടോസിൽ നിർത്തിയിടുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ലോറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് 2 ലോറികളുടെയും ബാറ്ററികൾ മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ടത്. ബാറ്ററി സ്ഥാപിച്ച പെട്ടി കുത്തി തുറന്ന് ബാറ്ററികൾ മോഷ്ടിക്കുകയായിരുന്നു. ഒരു ലോറിയിൽ 2 ബാറ്ററികൾ എന്ന കണക്കിൽ 4 ബാറ്ററികളാണ് മോഷണം പോയത്. സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ വന്നിട്ട് അപ്പം നമ്മൾ വന്നപ്പോൾ ഡ്രൈവർ ഇന്നലെ പണി കഴിഞ്ഞ വണ്ടിയായിരുന്നു. അപ്പം ഡ്രൈവർ വണ്ടി എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോഴാണ് നോക്കുന്നത്. 2 വണ്ടിയും പോയിട്ടില്ല. 2 വണ്ടിയുടെ പോയി. 3 വണ്ടിയുണ്ട്. അതിൽ 2 വണ്ടീൻ്റെ ബാറ്ററി കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നിന് കുഴപ്പമില്ല. ഇതിൽ ഒരെണ്ണത്തിൽ എത്ര 2 വണ്ടി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ശ്രീധരന്റെ ശേഖരത്തിൽ ഇനി ശ്രീലങ്കൻ അതിഥിയും. മഴക്കാലത്തും വെള്ളം കയറാത്ത ശ്രീലങ്കൻ ചക്കയാണ് വള്ളിത്തോടെ KR ശ്രീധരന്റെ ശേഖരത്തിൽ ഉള്ളത്. അപൂർവീനം നാടൻ പ്ലാവിനങ്ങളെ കണ്ടെത്തി ബെഡ് ചെയ്ത് വളർത്തി 17 ഇനം നാടൻ പ്ലാവിനങ്ങൾ വികസിപ്പിച്ചെടുത്ത വള്ളിത്തോട്ടെ KR ശ്രീധരന്റെ ശേഖരത്തിൽ ഒരു ശ്രീലങ്കൻ അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. വ്യത്യസ്ത പ്ലാവിനങ്ങൾ കണ്ടെത്തി വളർത്തിയെടുക്കുവാനുള്ള ശ്രീധരന്റെ മികവ് കണ്ട് ആകർഷനായ വൈദികൻ ഫാദർ വിൻസെന്റ് 3 വർഷം മുൻപ് ശ്രീലങ്കൻ സന്ദർശനത്തിനിടയിൽ ഒരു പ്ലാവിൻ കൊമ്പ് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ശ്രീധരന് നൽകുകയായിരുന്നു. അത് ബെഡ് ചെയ്ത് മുളപ്പിച്ചെടുത്ത് വളർത്തിയാണ് ശ്രീധരൻ പ്ലാവിനം വികസിപ്പിച്ചെടുത്തത്. വീട്ടുമുറ്റത്തോട് ചേർന്ന് ഒരാൾ പൊക്കത്തിലധികം വളർന്ന പ്ലാവിൽ ഇക്കുറി ഉണ്ടായത് 8ഓളം ചക്കകളാണ്. കാലവർഷം തുടങ്ങിയാൽ വെള്ളം ഇറങ്ങി ചക്കയുടെ നിറവും മണവും രുചിയും എല്ലാം നഷ്ടപ്പെടും. എന്നാൽ ശ്രീലങ്കൻ പ്ലാവിന് തോരാമഴയെ പ്രതിരോധിക്കുവാനുള്ള ശേഷി ഉണ്ടെന്നതാണ് ശ്രീധരനെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്ലാവിൽ നിന്ന് തന്നെ പഴുത്ത ചക്ക പറിച്ചെടുത്തു. ഒരു തുള്ളി വെള്ളം പോലും കയറിയില്ല. തേനൂരും മധുരവും വാഴപ്പഴത്തിൻ്റെ നിറവും. 5 കിലോ മുതൽ 10 കിലോ വരെ തൂക്കമുള്ള ചക്കയിൽ നിറയെ ചുളകളുമുണ്ട്. പുറന്തോട് വളരെ കട്ടിയുള്ളതും അരയ്ക്ക് അല്പം കൂടുതലുമാണ്. ഇതാണ് മഴയെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയെന്നാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് എന്ന് ശ്രീധരൻ പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം പിടിക്കില്ല. നമ്മൾ സാധാരണ ചക്കക്കെല്ലാം മഴക്കാലത്ത് വെള്ളം പിടിക്കും. അത് ഇതിപ്പോൾ ജൂലൈ, ഓഗസ്റ്റിൽ, സെപ്റ്റംബർ വരെ ഇപ്പോൾ ചക്ക മൂത്ത് കിട്ടും. ഒന്നിച്ച് മൂക്കില്ല. അപ്പം മറ്റ് ചക്കകളൊക്കെ ഏകദേശം മെയ് മാസം കൊണ്ട് തീരും. ഇതാകുമ്പോൾ ഈ സമയത്ത് വരെ കിട്ടും. നല്ല മധുരമുണ്ട്. പിന്നെ പുഴുങ്ങാൻ പറ്റും, വറക്കാൻ പറ്റും. എല്ലാത്തിനും നല്ലത്. എവിടുന്ന് കൊണ്ടുവന്നു? ശ്രീലങ്ക. എത്ര വർഷം കൊണ്ട് കഴിച്ചു? ഇത് 3-ാം വർഷം കഴിച്ചാണ് ഇപ്പോൾ കണ്ടത്. 3 വർഷമായിട്ട്. ഇത് 3ാമത്തെ വർഷം. എല്ലാം കൂടി 14 ചക്ക ഉണ്ടായിരുന്നു 3ാമത്തെ വർഷം. എത്ര ഐറ്റംസ് ഉണ്ട് നിങ്ങളെടുക്കുക? പലതരത്തിൽ എല്ലാം കൂടി 22 ഐറ്റംസ് ഉണ്ട്. ചക്ക മാത്രം. ഏതൊക്കെയാണ് ഏകദേശം ഓർമ്മയുള്ള പേര്? അമൃത, അതൊരു കാട്ടു വെറൈറ്റിയാണ്. അത് ചുള മധുരം, ചകിണി മധുരം, മടലും മധുരമുള്ള. പിന്നെ വേറൊന്ന് ചുവപ്പ് മാത്രമുള്ള. അതിൻ്റെ പേര് പിന്നെ ചെമ്പൻ. നല്ല റെഡ് കളറായിരിക്കും. പിന്നെ വേറൊന്ന് കാട്ടുറാണി ഞങ്ങൾ പേരിട്ട്. അത് കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് നല്ല മധുരമാണ്. ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ടാവും. അത് കാട്ടുറാണി എന്നുള്ള പേരിട്ട്. അതുപോലെ വ്യത്യസ്ത. പിന്നെ തേമരിക്കാൻ പല വെറൈറ്റികളും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ കൂഴയുണ്ട്. പിന്നെ ഈ വറുത്താൽ ഏകദേശം 1.5 വർഷം വരെ ഈ അതിൻ്റെ ക്രിപ്സി മാറാണ്ട് നിൽക്കുന്ന ഒരെണ്ണം ചക്കയുണ്ട്. സാധാരണ ഒരു വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അതിൻ്റെ കരുവരിപ്പങ്ങ് മാറും. ഇത് 1.5 വർഷം വരെ നിൽക്കും. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാടൻ പ്ലാവിനങ്ങൾ സ്വന്തമായി വികസിപ്പിച്ചവരിൽ ഏറെ മുന്നിലാണ് ഈ കർഷകൻ. പ്രായം 68 ഇപ്പോഴും യുവത്വത്തിൻ്റെ ചുറുചുറുക്കോടെ പുതിയ ഇനങ്ങൾ കണ്ടെത്താനും പരമ്പരാഗത ഇനങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ആവേശത്തിലാണ്. ശ്രീധരന്റെ വള്ളിത്തോട്ടെ മലനാട് നഴ്സറിയിൽ നിന്നും ഇതിൻ്റെ എല്ലാ ബെഡ് തൈകളും വിതരണം ചെയ്യുന്നുമുണ്ട്.
ന്യൂസ് ബ്യൂറോ ഇരട്ടി. ലയൺസ് ക്ലബ്ബ് ഓഫ് കാക്കിങ്ങാടിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം തില്ലങ്കേരി ബെസ്റ്റ് ഹെറിറ്റേജ് ഹോമിൽ നടന്നു. ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാക്കിയങ്ങാട് 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവുമാണ് തില്ലങ്കേരിയിൽ വെച്ച് നടന്നത്. പരിപാടി ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുള്ള ദിവസമാണിത്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഗവർണറായ സമയത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള 5ാമത്തെ ക്ലബ്ബാണ് കാക്കിയങ്ങാട് ലയൺസ് ക്ലബ്ബ്. കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതി 2020 ഒക്ടോബർ 10-ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത ക്ലബ്ബ് എനിക്കൊന്ന് ഈ വർഷം ഉണ്ടായ ക്ലബ്ബുകളിൽ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അത്ര മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും അവരുടെ എക്സിസ്റ്റൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും വളരെ എന്താ പറയുക ഏറ്റവും പോസിറ്റീവായിട്ട് ക്ലബ്ബുകളിൽ ഒന്നാണ് ഈ ഒരു ക്ലബ്ബ് കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ലയൺസ് ക്ലബ്ബിനെ കുറിച്ച് പറയുമ്പോൾ 1917 അമേരിക്കയിൽ രൂപം കൊണ്ടൊരു സംഘടനയാണെങ്കിലും ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുക്കിന് മൂലയിൽ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വളരെ സജീവ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ലയൺസ് ക്ലബ്ബ് സംഘടന. വി സേവ് നമ്മുടെ ഒരു ഒറ്റ ഉദ്ദേശം സർവീസ് മാത്രമാണ്. വി സേവ് എന്ന ഒറ്റ ഉദ്ദേശത്തോട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 107 വർഷമായി നമ്മുടെ സമൂഹത്തിലെ കഷ്ട നിർവഹിക്കുന്ന ആൾക്കാരുടെ ദുരിതങ്ങൾക്ക് ഒരു കൈത്താറായി മാറാൻ ഈ സംഘടന സാധിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. കാക്കിങ്ങാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ പുരുഷോത്തമൻ ബസപ്പ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ KPT ജലീൽ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള 2 വീൽചെയറുകൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കോർഡിനേറ്റർ ശ്രീനിവാസ പൈ, ട്രഷറർ കെ രവി, സോണൽ ചെയർപേഴ്സൺ KK പ്രദീപ്, കണ്ണൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് A രാജീവൻ, C വിനോദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫാമിലി ബെനഫിറ്റ് സ്കീമിന്റെ ഉദ്ഘാടനവും നടന്നു. പുതിയ പ്രസിഡന്റായി K മണികണ്ഠനെയും സെക്രട്ടറിയായി C വിനോദിനെയും ട്രഷററായി ശശി കൃപയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ ഇരട്ടി. പായം പഞ്ചായത്തിലെ ഉദയഗിരിയിൽ വീടിന്റെ പുറകുവശത്തെ കുന്നിടിഞ്ഞ് വീടിന് ഭീഷണിയായി. ചുണ്ടക്കാട്ടിൽ രാമചന്ദ്രന്റെ വീടിന് ഭീഷണിയായാണ് കുന്നിടിഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പായം പഞ്ചായത്തിലെ ഉദയഗിരിയിലെ ചുണ്ടക്കാട്ടിൽ രാമചന്ദ്രന്റെ വീട്ടിന് പുറകുവശത്തുള്ള കുന്നിടിഞ്ഞ് മണ്ണ് വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. കനത്ത മഴയാണ് കുന്നിടിയാൻ കാരണമായത്. ന്യൂസ് ബ്യൂറോ ഇരട്ടി. അടയ്ക്കാത്തോട് കരിയംകാപ്പിൽ വീടിനോട് ചേർന്ന് വൻ ഗർത്തം രൂപപ്പെട്ടു. പൊന്നോൻ ബാലന്റെ വീടിനോട് ചേർന്നാണ് കനത്ത മഴയിൽ വൻ ഗർത്തം രൂപപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് മുഴക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കാദമിക് മേഖലയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. കാക്കിങ്ങാട് പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ നടുവനാട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുഴക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കാദമിക് മേഖലയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങാണ് കാക്കിങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. പരിപാടി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ നടുവനാട് ഉദ്ഘാടനം ചെയ്തു. അവർ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട്. വിദ്യാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർക്ക് അഭിമാനിക്കത്തക്ക വിധം നാളുകളിൽ അഭിമാനത്തോടുകൂടി കാണാൻ
കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളർന്നു വരും എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് നിങ്ങളെ ഓരോരുത്തരെയും വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത്. ചില ലോകത്തിന്റെ അറിവുകൾ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒരു വിരലിന്റെ സ്പർശനത്തിൽ ലോകത്തിന്റെ അറിവുകൾ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ലഭിക്കുന്ന ഇന്നിന്റെ ഈ കാലത്ത് പരാജയപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്. ഏറെയും വിജയിച്ചവർ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ളത്. ആ വിജയിച്ചവരുടെ കൂട്ടത്തിൽ വ്യത്യസ്തരായി കൂടുതൽ തീർത്തും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമൽ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് KSU ഭാരവാഹികളായ ജിബിൻ, ജെയ്സൺ, ഷിൻസ്കെ ജോൺ, PV സജീദ്, വൈഷ്ണവി ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. വി രാജു, KM ഗിരീഷ്, നമേഷ് കുമാർ, വി പ്രകാശൻ, A കുഞ്ഞിരാമൻ, ദീപ ഗിരീഷ്, സിബി ജോസഫ്, സജിത മോഹൻ, വിജയലക്ഷ്മി, CK മോഹനൻ, KK സജീവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൗമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സദസ്സും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കാവുമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും 3 കോടി രൂപയുടെ റിസർച്ച് സ്കോളർഷിപ്പിനും അർഹയായ PA സങ്കീർത്തനയ്ക്കുള്ള അനുമോദനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. പരിപാടി തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. തട്ടുകളിലായി വരുന്ന നേട്ടങ്ങളുണ്ട് അല്ലെ. ഇപ്പോൾ സങ്കീർത്തന ഇനിയിപ്പോൾ 5 വർഷം സങ്കീർത്തന പഠിക്കണം. എങ്ങനെയാണ് പഠിക്കുന്നത്? പഠിക്കുമ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ അവളുടെ കുറേയേറെ നല്ല നമ്മളെ കുടുംബങ്ങളുമായി ചേർന്നുകൊണ്ട് നല്ല അവസരങ്ങൾ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. അവളുടെ നല്ല ഉറക്കങ്ങൾ, നമ്മൾ 8 മണിക്കൂർ കുട്ടികളെല്ലാം 8 മണിക്കൂർ ഇറങ്ങണമെന്ന് പറയുമ്പോഴും ആ 8 മണിക്കൂറിന്റെ ഉറക്കം അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കുറേയേറെ നല്ല നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും പഠിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഫുൾ A+ കിട്ടിയപ്പോഴേനും ചില ആളുകളെല്ലാം ചില കമന്റുകളെല്ലാം ഫേസ്ബുക്കിലെല്ലാം കണ്ടു, വാരിക്കോരി കൊടുത്തത് കൊണ്ട് A+ കിട്ടുന്നു എന്നാണ് പറഞ്ഞത്. ഒരിക്കലുമല്ല അല്ലെ. നല്ല നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കഠിനാധ്വാനത്തിന്റെയും നമ്മുടെ ഉറക്കം. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ ജനീഷ് ജോൺ നിർവഹിച്ചു. PTA പ്രസിഡന്റ് P ബിജു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KP അരമു, പ്രധാന അധ്യാപിക മിനി ജോസഫ്, T മജീദ്, പഞ്ചായത്ത് അംഗം നസീമ, KB സജ്ന, അധ്യാപകരായ ജിം ജോസഫ്, PK മുഹമ്മദ്, T ദീപേഷ്, PN ബീന, EV ലതിക, റസീന, CV കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. ചാവശ്ശേരി പറമ്പ് ടൗൺഷിപ്പ് നഗറിലെ AK ലീല അന്തരിച്ചു. 44 വയസ്സായിരുന്നു. പരേതരായ കൈമയുടെയും കരിഞ്ചിയുടെയും മക്കളാണ്. ഭർത്താവ് MK ചന്ദ്രൻ. പായത്തെ പയ്യമ്പള്ളി ഫാത്തിമ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ വാലക്കി മൊയ്തീൻ. മക്കൾ മൂസക്കുട്ടി, റാഷിദ, സീനത്ത്, റഹ്യാനത്ത്. മരുമക്കൾ ഹൈറുനീസ, മുഹമ്മദ്, ഷംസുദ്ദീൻ, ഫൈസൽ. കൊട്ടിയൂർ ക്ഷേത്രം മുൻ പാട്ടാളി സ്ഥാനികനായിരുന്ന കുറിഞ്ഞിലാട് ശിവകൃഷ്ണൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. അവിവാഹിതനാണ്. സഹോദരി ഗൗരി. ഉളിയിൽ വട്ടക്കയം ചോല പന്തലങ്ങാടിയിലെ പാറമേൽ വീട്ടിൽ KV ഗോവിന്ദൻ നമ്പ്യാർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭാര്യ OK നിർമ്മല. മക്കൾ ബിന്ദു, ബീന, ലീന, ലീജ. മരുമക്കൾ രമേശൻ, രഞ്ജിത്ത്, ചന്ദ്രൻ, മോഹൻദാസ്. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 215, പേരാവൂർ 216, കൊട്ടിയൂർ 217. റബ്ബർ ലോട്ട് ഇരിട്ടി 195, പേരാവൂർ 206, കൊട്ടിയൂർ 207. ഒട്ടുപാൽ ഇരിട്ടി 125, പേരാവൂർ 135, കൊട്ടിയൂർ 130. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 630, കൊട്ടിയൂർ 620. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 325. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിതൂക്കി
ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6340, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടയ്ക്കാത്തോട് ശാന്തിഗിരി പാലുകാച്ചി വനമേഖലയിൽ ഉരുൾപൊട്ടൽ, 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അടയ്ക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ രൂപപ്പെട്ട വിള്ളലിന് വ്യാപ്തി വർദ്ധിക്കുന്നു. ആശങ്കയോടെ പ്രദേശവാസികൾ. അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു. ഇരിട്ടി കൂട്ടുപുഴ റൂട്ടിൽ അപകട ഭീഷണിയെ തുടർന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.